ഓസ്ട്രേലിയ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് മെസ്സേജസ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ട് ചെയ്ത് പറഞ്ഞാൽ ഓസ്ട്രേലിയ എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓസ്ട്രേലിയ എന്നല്ല, അയർലൻഡ് എന്നല്ല, കാനഡ എന്നല്ല, ജർമ്മനി അല്ല, ന്യൂസിലൻഡ് അല്ല, ഏത് രാജ്യമായാലും ആ രാജ്യം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ഓസ്ട്രേലിയ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമാണ്. അപ്പോൾ ക്ലൈമറ്റ് തന്നെ ഏത് സ്ഥലം എന്നുള്ളതനുസരിച്ച് മാറും. പിന്നെ നിങ്ങൾ ഒരു റൂറൽ ഏരിയയിലാണോ അല്ലാതെ ഒരു സിറ്റി ഏരിയയിലാണോ എന്നൊക്കെയുള്ള അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും. അപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി സിറ്റി അല്ലാത്ത ഏരിയ എനിക്ക് ഇഷ്ടമെങ്കിൽ ഞാനത് നല്ലതാണെന്ന് പറയും. ഓസ്ട്രേലിയ എനിക്ക് നല്ലതാണെന്ന് പറയും. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾക്കൊരു സിറ്റി ഏരിയ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരു റൂറൽ ഏരിയയിലാണ് വന്ന് പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. വിച്ച് പാർട്ട് ഓഫ് ഓസ്ട്രേലിയ are you going to be? ഇപ്പോൾ ഈ വീഡിയോ പറയുന്ന എൻ്റെ അതേ ലൊക്കേഷനിൽ തന്നെ നിങ്ങൾ വരണം എന്നുണ്ടോ? ഇല്ല. അപ്പം ഒരു വീഡിയോയും ഒരു റീൽസും അല്ലെങ്കിൽ ഒരു വീഡിയോസും കണ്ടിട്ട് അവരത് നല്ലതാണെന്ന് പറഞ്ഞ് ഇവരത് മോശമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നെന്നോ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. ഇതിനകത്ത് മെയിനായിട്ടും നിങ്ങളുടെ പ്രൊഫഷൻ എന്തുവാ, നിങ്ങൾ ഏത് പാർട്ട് ഓഫ് ഓസ്ട്രേലിയയിലാണ് നിങ്ങൾ പോയി പെടാൻ പോകുന്നത്, നിങ്ങളുടെ ക്ലൈമറ്റ് പ്രിഫറൻസ് എന്തുവാ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളൊരു കപ്പിളായിട്ടാണോ വരുന്നത്, നിങ്ങൾക്ക് എത്ര കിഡ്സ് ഉണ്ട്, മക്കളുടെ ഏജ്, പാർട്ട്ണറിൻ്റെ ജോലി, അതിനെയൊക്കെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുമായിരുന്നാൽ നിങ്ങളുടെ പ്രൈമറി ഗോൾ എന്തുവാണ്. ഞാനതിൻ്റെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ് എൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് മേക്കിംഗ് മണി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗ്രോത്ത് ഇതൊന്നും അല്ലായിരുന്നു. എനിക്ക് സെൽഫ് ഹീലിംഗ്, എൻ്റെ പാസ്റ്റ് ട്രോമാസ്, എൻ്റെ പാസ്റ്റ് മാരേജിൽ നിന്നുള്ള ട്രോമാസിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ പ്രയോറിറ്റി ഗോൾ. അപ്പോൾ അതേപോലെ എല്ലാവർക്കും ഒരു കുറേ ഗോൾസ് ഉണ്ടെങ്കിൽ ഒരു പ്രൈമറി ഗോൾ കാണും. അതെന്തുവാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രൈം റീസൺ കാണും. അതെന്താണെന്ന് നോക്കുക. ഫോർ മീ ഇറ്റ് വാസ് പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹീലിംഗ്.